ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ സ്കന്ദന്റെ അവതാരം, സ്കന്ദന്റെ പ്രാദുർഭാവം, അദ്ദേഹത്തിന്റെ വീരകൃത്യങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ ആവിഷ്കാരങ്ങളായിട്ടുള്ള നിരവധി സ്കന്ദ പാർഷദന്മാർ അവരൊക്കെ തന്നെ സ്കന്ദഗ്രഹങ്ങളെന്നും കുമാരഗ്രഹങ്ങളെന്നൊക്കെ അറിയപ്പെടുന്ന ദേവതമാരാണ് എന്നും കണ്ടു. അവരൊക്കെ തന്നെ തൻ്റെ കൂടെ നിർത്തുകയും അവർക്ക് ചില അധികാരങ്ങൾ ലോകത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ചെറിയ കുഞ്ഞുങ്ങളെ, മനുഷ്യ ശിശുക്കളെ ബാധിക്കുന്ന രോഗരൂപത്തിലും ഉന്മാദ രൂപത്തിലും അപസ്മാര രൂപത്തിലും ഒക്കെ ബാധിക്കുന്നവരായിട്ട് ഇരിക്കാനാണ് അവർക്ക് വരം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്കന്ദാപസ്മാരം എന്ന് പറയുന്നത് ഒരു പുരുഷ രൂപമാണ്. സ്കന്ദന്റെ ശരീരത്തിൽ നിന്നുണ്ടായ അഗ്നി പ്രഭവനായിട്ടുള്ള അഗ്നി തുല്യമായ പ്രഭയോട് കൂടിയിട്ടുള്ള രൂപമാണ് സ്കന്ദാപസ്മാരം. അതുപോലെ വിനത എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഗ്രഹമാണ് ശകുനി എന്ന് പറയുന്ന ഗ്രഹം. പൂതന എന്ന് പറയുന്ന മറ്റൊരു ഗ്രഹമുണ്ട്. അതിഥി അല്ലെങ്കിൽ രേവതി, അതിഥിയെ തന്നെ രേവതി എന്ന് പറയാറുണ്ട്. രേവതിയുടെ രൂപമായിട്ടുള്ള ഒരു ഗ്രഹമാണ് രൈവതി ഗ്രഹം. അതൊരു മഹാഗ്രഹമാണ്. ദിതിയുടെ ഗ്രഹമായിട്ടുള്ള മുഖമണ്ഡിത എന്ന് പേരുള്ള ഒരു ഗ്രഹമാണ്. അവള് ശിശുമാംസം, കുട്ടികളുടെ മാംസം തിന്നുന്ന ഒരു ഗ്രഹമാണ്. ഗവാം മാത, പശുക്കളുടെ മാതാവായിട്ടുള്ള സുരഭി, അവള് ബാലകരെ, കൊച്ചു കുഞ്ഞുങ്ങളെ തിന്നുന്നവളായിട്ടുള്ള ഒരു മാതാവാണ്. പിന്നെ ശുനാം മാത, ഈ ശ്വാനവർഗത്തിൽപ്പെട്ട ജീവികളുടെ മാതാവായിട്ടുള്ള സരമ, അവൾ മനുഷ്യ ഗർഭത്തെ, സ്ത്രീ ഗർഭത്തെ തന്നെ തിന്നുന്നവളാണ്. കദ്രു എന്ന് പറയുന്ന ഒരു നാഗമാതാവുണ്ട്. അവൾ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നവളാണ്, ഭുജിക്കുന്നവളാണ്. അതുപോലെ പാദപ മാതാവ്, വൃക്ഷങ്ങളുടെ മാതാവായിട്ടുള്ള കരഞ്ച നിലയ, കരഞ്ചം എന്ന വൃക്ഷത്തിൽ വസിക്കുന്നവളായ കരഞ്ച നിലയ എന്ന ആ മാതാവ് പൊതുവെ നല്ല സ്വഭാവം, സമസ്ത ജീവികളിലും കൃപ കാണിക്കുന്നവളാണ്. അതുകൊണ്ട് പുത്രന്മാരെ ആഗ്രഹിക്കുന്നവർ, സന്താനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കരഞ്ച വൃക്ഷത്തിലുള്ള ഈ ദേവിയെ ഭജിക്കാറുണ്ട് എന്നും പറഞ്ഞു. ഇങ്ങനെ പല പേരിലും പല കർമ്മങ്ങളും ചെയ്യുന്ന, പൊതുവെ മനുഷ്യ ശിശുക്കളെ ബാധിക്കുന്നവരായിട്ടുള്ള 18 ഗ്രഹങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നത്. ഈ 18 ഗ്രഹങ്ങളും ഒരു കുട്ടി ജനിച്ചിട്ട് 10 ദിവസക്കാലം സൂതികാഗൃഹത്തിൽ, ആ അമ്മ ഗർഭിണി വസിക്കുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അമ്മ പ്രസവിച്ച് കഴിയുന്നതായ ആ മുറിയിൽ, പ്രസവ മുറിയിൽ 10 ദിവസം അവർ കഴിഞ്ഞുകൂടുമെന്നും അങ്ങനെ പല രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ട് എന്നും പറയുന്നു. അതുപോലെ ഗന്ധർവ മാതാവുണ്ട്. സ്ത്രീയുടെ ഗർഭം തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നവളാണ് ഗന്ധർവ മാതാവ്. ലോഹിത സമുദ്രത്തിന്റെ കന്യകയായ ലോഹിതായിനി, അവൾ കടമ്പ വൃക്ഷത്തിലാണ് കഴിയുന്നത്. ഇവളെ കടമ്പ വൃക്ഷത്തിൽ കണ്ട് നമ്മൾ പൂജിക്കണം എന്ന് പറയുന്നു. ഇവരൊക്കെ തന്നെ സ്കന്ദഗ്രഹങ്ങളാണ്. ഇവരെ ശാന്തരാക്കാൻ എന്താണ് വഴി? നമുക്ക് ചാപ്പിള്ളകൾ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സന്താനങ്ങൾക്ക് അകാല മരണം അല്ലെങ്കിൽ ഗർഭപാതം മുതലായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. സ്നാനം, ധൂപം, അഞ്ജനം, ബലികർമ്മങ്ങൾ, ഉപഹാരങ്ങൾ, സ്കന്ദപൂജ മുതലായവ ചെയ്തിട്ട് ഈ സപ്തമാതൃക്കളെയും അതുപോലെ മറ്റ് ഈ ബാലഗ്രഹങ്ങളെയും നമ്മൾ പൂജ ചെയ്യണം എന്നാണ്. ഈ ബാലഗ്രഹങ്ങളെക്കുറിച്ച് ഇതിൽ മാത്രമല്ല ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പൂതന എന്ന് പറയുന്നത് ഒരു ബാലഗ്രഹമാണ് എന്ന് നമുക്കറിയാം. പൂതന ഭാഗവതത്തിലുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കാൻ വേണ്ടി വന്ന് ശ്രീകൃഷ്ണ ഭഗവാനാൽ വധിക്കപ്പെടുന്ന ഒരു രാക്ഷസിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. പക്ഷിയുടെ രൂപത്തിലൊക്കെ വന്നിട്ടാണ് ഭഗവാന് മുലയൂട്ടാൻ ശ്രമിച്ചത്. അവിടെ ഭാഗവതത്തിൽ വ്യാസൻ പറയുന്നു, ഡാഗിന്യോ യാതുധാന്യശ്ച അർഭഗ്രഹാഹ ഭൂതപ്രേതപിശാചാശ്ച യക്ഷരക്ഷോ വിനായകാഹ കോടരാ രേവതി ജ്യേഷ്ഠ പൂതന മാതൃകാദയ ഉന്മാദായേ ശപസ്മാരാ ദേഹപ്രാണേന്ദ്രിയദ്രുഹ സ്വപ്നദൃഷ്ട മഹോത്പാദാ വൃദ്ധ ബാലഗ്രഹാശ്ചയേ സർവേ നശ്യന്തുതേ വിഷ്ണോർ നാമഗ്രഹണ ഭീരവ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്നതിലൂടെ, ഈശ്വരഭജനം ചെയ്യുന്നതിലൂടെ, മഹേശ്വരനെ ഭജിക്കുന്നതിലൂടെ ഒക്കെ തന്നെ ഈ പറയുന്ന ബാലഗ്രഹങ്ങളെയും യക്ഷരക്ഷോ വിനായകന്മാരെയും ഭൂതപ്രേത പിശാചുക്കളെയും അപസ്മാരാദികളായ ആ ബാധകളെയും ഒക്കെ തന്നെ നീക്കം ചെയ്യാൻ ഈശ്വര ഭജനം ചെയ്യണം എന്ന് ഭാഗവതത്തിലും പറഞ്ഞിരിക്കുന്നു. ഇവിടെയും സ്കന്ദനെ ഭജിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, മഹേശ്വരനെ ഭജിക്കാൻ പറഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭജനവും അതിന് പരിഹാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 16 വയസ്സ് വരെയാണ് ഈ മനുഷ്യ ശിശുക്കളെ ബാധിക്കുക ഈ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഗ്രഹങ്ങൾ, അതുപോലെ ഉന്മാദം,
ഉന്മാദമായിട്ട് എങ്ങനെയാണ് ഈ ദേവത വരുന്നത് എന്ന് വെച്ചാൽ പല രീതിയിലാണ് ഉന്മാദങ്ങൾ മനുഷ്യരെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞു. സ്വപ്നത്തിലും ജാഗ്രത്തിലും ഉള്ള അവസ്ഥയിൽ ചില ദേവരൂപങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഉന്മാദത്തെ ദേവഗ്രഹം എന്ന് പറയും. അതുപോലെ പിതൃക്കളെ, മരിച്ചുപോയ ആളുകളെ ദർശിച്ചിട്ടുണ്ടാകുന്ന ഭയത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഉന്മാദമുണ്ട്. ആ ഉന്മാദം സൃഷ്ടിക്കുന്ന പിതൃഗ്രഹം ആണ്. മൂന്നാമതായിട്ട് സിദ്ധന്മാരെ അപമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷം കൊണ്ടുണ്ടാകുന്ന ഒരു തരം ഉന്മാദമാണ് സിദ്ധഗ്രഹം എന്ന് പറയുന്നത്. ഘ്രാണം, രസം, എന്തെങ്കിലും വസ്തുവിൻ്റെ ആ മണം വന്നിട്ടും മണം നമ്മൾ സ്വീകരിച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സ്വാദിനെ നമ്മൾ ആസ്വദിച്ചതിലൂടെ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തി ഉന്മാദമുണ്ട്. ആ ഉന്മാദത്തെ രാക്ഷസഗ്രഹം എന്നാണ് പറയുക. ഗന്ധർവന്മാർ നമ്മളിൽ ആവേശിച്ചിട്ടുണ്ടാകുന്നതായ ഉന്മാദത്തെ ഗാന്ധർവ ഉന്മാദം എന്ന് പറയും, ഗാന്ധർവഗ്രഹം എന്ന് പറയും. പിശാചുക്കളെ ബാധിച്ചിട്ടുണ്ടാകുന്ന ഉന്മാദത്തെ പൈശാച ഗ്രഹം എന്ന് പറയും. യക്ഷന്മാർ നമ്മളെ ബാധിച്ചിട്ടുണ്ടാകുന്ന ഉന്മാദത്തിന് യക്ഷഗ്രഹം എന്ന് പറയും. ഇങ്ങനെ പലതരം ഗ്രഹങ്ങൾ ബാധിച്ചിട്ട് നമുക്ക് മനുഷ്യർക്ക് ഉന്മാദം ഉണ്ടാകും, ഭ്രാന്തിന്റെ ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷെ ഇവിടെ പറയുന്നു എല്ലാം ഇങ്ങനെ പൂജ കൊണ്ടും മന്ത്രവാദം കൊണ്ടും നീക്കാൻ ശ്രമിക്കരുത് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. വാതം, പിത്തം, കഫം, ഈ ത്രിദോഷങ്ങളാൽ ആ ത്രിദോഷങ്ങളുടെ ചിലതിൻ്റെ ആധിക്യം, ചിലത് കുറയുക കൂടുക, ഇതിന്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന ഉന്മാദം വന്നാൽ ചികിത്സ തന്നെ ചെയ്യണം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ശാസ്ത്രീയമായ ചികിത്സ അതിനുണ്ട്. അത് ചെയ്തിട്ട് ആ രോഗം മാറ്റുകയാണ് വേണ്ടത്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതേസമയത്ത് വൈക്ലഭ്യം കൊണ്ടും ഭയം കൊണ്ടും ഘോരന്മാരായിട്ടുള്ള പല ദേവതമാരെയും ഗന്ധർവന്മാരെയും രാക്ഷസന്മാരെയും കണ്ടിട്ടുണ്ടാകുന്ന ആ അവസ്ഥയിൽ ഉന്മാദം വന്നാൽ അതിന് സാന്ത്വനം വേണം. ആ ഉന്മാദത്തെ സാന്ത്വനിപ്പിക്കണം, ശാന്തമാക്കണം. എങ്ങനെയാണ് അത്? പൂജാതി കർമ്മങ്ങൾ, മറ്റ് പല മന്ത്രപ്രയോഗങ്ങൾ, ഔഷധപ്രയോഗങ്ങൾ എല്ലാം പ്രയോഗിച്ചുകൊണ്ട് ഉപാസന കൊണ്ടും അതിനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറയുന്നു. ഈ ഉന്മാദങ്ങൾ പൊതുവെ 3 തരത്തിലാണ് അതിൻ്റെ ബാഹ്യമായ പ്രകടനം കാണപ്പെടുക. എങ്ങനെയാണ്? ഒന്ന് ക്രീഡിതുകാമഹ, ഭോക്തുകാമഹ, അഭികാമഹ. 3 തരം ഉന്മാദമാണ്. ക്രീഡിതുകാമ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള എന്തൊക്കെയോ കളിക്കുക, കുട്ടികളെ പോലെയും അല്ലാതെ ഒരു പരസ്പര ബന്ധമില്ലാത്ത പലതരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുതരം ഭ്രാന്ത്, അതാണ് ക്രീഡിതുകാമഹ. പരസ്പര ബന്ധമില്ലാതെ പലതും ചെയ്യുക, പ്രവർത്തിക്കുക, അതുപോലെ പറയുക, അതാണ് ക്രീഡിതുകാമഹ. രണ്ടാമതായിട്ട് ഭോക്തുകാമഹ. അത്തരം ഭ്രാന്തന്മാർക്ക് ധാരാളം എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവുകയില്ല, നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കണം തോന്നും, വീണ്ടും കഴിക്കും. അതിനുവേണ്ടി ഒരു ആക്രാന്തം കാണിക്കും, ആക്രമിക്കുകയും ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് അഭികാമ. അഭികാമ എന്ന അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ കാമഭോഗത്തിൽ താല്പര്യം വരും. അപ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കുക, കാമ പൂർത്തിക്ക് വേണ്ടിയിട്ട് സാധാരണ കവിഞ്ഞതായ ശക്തി പ്രയോഗിക്കുക, ആവേശം കാണിക്കുക, മറ്റുള്ളവരെ ബലമായി കീഴടക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള ഉന്മാദമാണ് അഭികാമ എന്ന് പറയുന്നത്. പിന്നെ 3 തരത്തിലാണ് ഉന്മാദം ഉണ്ടായിരിക്കുക. ഈ ഉന്മാദങ്ങൾ മനുഷ്യർക്ക് സാധാരണ 70 വയസ്സ് വരെ ഉണ്ടാകാം. 70 വയസ്സിന് ശേഷം ഇതേ സംഗതികൾ എങ്ങനെ വരും? ഗ്രഹതുല്യമായിട്ടുള്ള ജ്വരം ആയിട്ടാണ് വരിക, പലതരം രോഗങ്ങളായിട്ടാണ് അത് കാണുക എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിത സംസ്കാരത്തിലും ക്രമത്തിലും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രകരണേന്ദ്രിയം ദാന്തം ശുചിം നിത്യമതന്ത്രിതം ആസ്തികം ശ്രദ്ധധാനം ച വർദ്ധയന്തി സദാഗ്രഹാഹ. അപ്രകരണേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ നമ്മൾ ഏകാഗ്രമാക്കുക. ഇന്ദ്രിയങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട്, അതായത് പരസ്പര വിരുദ്ധമല്ലാതെ കണ്ണുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാഴ്ച, നല്ല കാഴ്ച കാണുന്ന സമയത്ത് അത് ചെവിക്കും മറ്റ് ഇന്ദ്രിയങ്ങൾക്കും ദോഷമാകാത്ത രീതിയിൽ പരസ്പര വിരുദ്ധമല്ലാതെ അവയെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുക. ദാന്തം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക. ശുചിം, ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധി നമ്മൾ എന്നും കൊണ്ട് നടക്കുക. അതന്ത്രിതം, ഒരിക്കലും ആലസ്യം കാണിക്കാതെ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അതന്ത്രിതമായ അവസ്ഥ. ആസ്തികം, ഈശ്വര വിശ്വാസം, വേദാദി ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുകയും അവയെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ശ്രദ്ധദാനം, ശാസ്ത്രപഠനത്തിലും ഈശ്വരനിലും ശ്രദ്ധയുണ്ടായിരിക്കുക. ഈ ഗുണം, ഇത്തരം ഗുണങ്ങളുള്ള മനുഷ്യനെ ഈ ഗ്രഹങ്ങൾ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്, പൂതന മുതലായിട്ടുള്ള ആളുകൾക്ക് എവിടെയാണോ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉണ്ടാകുന്നത് അവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശ്വരനിൽ ശ്രദ്ധ, സൽക്കർമ്മ നിരതരായിരിക്കുക, ശാസ്ത്രാധ്യയനം ചെയ്യുക, അതുപോലെ സ്വാധ്യായം ചെയ്യുക, വ്രതങ്ങളെടുക്കുക,
ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ആഗ്രഹങ്ങളെ അടക്കുക, ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഗ്രഹങ്ങളിൽ നിന്നും ഭയം ഉണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ശക്തി, നമുക്ക് ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടും ശ്രേയസ്സിന് വേണ്ടിയിട്ടും ശാരീരിക മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഈശ്വരാനുഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈശ്വര ആരാധന ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ മഹാഭാരതം നമുക്ക് പറഞ്ഞു തരുന്നത്. മഹേശ്വര ഭക്തന്മാരെയും ഇത് ബാധിക്കുകയില്ല എന്ന് എടുത്തു പറഞ്ഞു. പിന്നെ ഈ ഗുഹന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ സ്വാഹ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അമ്മയായിട്ടുള്ള സ്വാഹ ചെന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനൊരു അബദ്ധം ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ അങ്ങേക്ക് ജന്മം നൽകിയത്, എന്നെ അമ്മയായി സ്വീകരിക്കണം. അതുപോലെ എനിക്ക് അഗ്നിയിലുള്ള കാമം കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തത്, പക്ഷെ അഗ്നി ഭഗവാൻ എന്നെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കന്ദ ഭഗവാൻ എന്ത് ചെയ്തു, ഈ സ്വാഹയെ അഗ്നി ഭഗവാനെ പറഞ്ഞ് അഗ്നിയുടെ പത്നിയായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ചെയ്തു. അങ്ങനെ അഗ്നി സ്വാഹയെ സ്വീകരിക്കുകയും അഗ്നിയിൽ നമ്മൾ ഹവനം ചെയ്യുന്ന സമയത്ത് ഏത് മന്ത്രത്തിൻ്റെയും കൂടെ സ്വാഹ, ഇന്ദ്രായ സ്വാഹ, അങ്ങനെ ഒരു സ്വാഹ ശബ്ദം ചേർത്തുകൊണ്ടാണ് അഗ്നിയിൽ മന്ത്രം ചൊല്ലി ഹവനം ചെയ്യുക. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ കൂടെ സ്വാഹ ശബ്ദം കൂടി ചേർക്കുമ്പോഴാണ് അത് അഗ്നി സ്വീകരിക്കുക. അങ്ങനെ അഗ്നിയുടെ പത്നിയായിട്ട് സ്വാഹയെ നൽകിയതും ഈ സുബ്രഹ്മണ്യ ഭഗവാനാണ്, സ്കന്ദനാണ്. മഹാസേനൻ, ദേവസേനൻ അല്ലെങ്കിൽ മഹാസേനൻ എന്നൊക്കെ അറിയപ്പെടുന്നതായ ആ കുമാരനാണ് എന്ന് ഇവിടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ബ്രഹ്മാവ് അദ്ദേഹത്തോട് പറയുകയാണ്, അങ്ങ് രുദ്രനെ സ്വന്തം പിതാവായിട്ട് കാണണം, രുദ്രപുത്രനായിട്ട് അങ്ങ് അറിയപ്പെടും. കാരണം രുദ്രൻ അഗ്നിയിൽ സമാവേശിച്ചുകൊണ്ടും ഉമ സ്വാഹ എന്ന് പറയുന്ന ആ ദേവിയിൽ ആവേശിച്ചുകൊണ്ടും ആണ് അങ്ങ് ജനിച്ചത്. അഗ്നിക്ക് സ്വാഹയിലാണ് ജനിച്ചത് എങ്കിലും ആ അഗ്നിയിൽ ശിവന്റെ സന്നിവേശം ഉണ്ടായിരുന്നു, സ്വാഹയിൽ സാക്ഷാത് ശ്രീപാർവതിയുടെ സന്നിവേശം ഉണ്ടായിരുന്നു. അപ്പോൾ നീ രുദ്രന്റെയും ഉമയുടെയും മകനും കൂടിയാണ്, ആ പുത്രത്വം നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്നും കൂടെ പറഞ്ഞു പിന്നീട്. ഉമായോന്യം ച രുദ്രേണ ശുക്രം സിക്തം മഹാത്മന അസ്മിൻ ഗിരൗ നിപതിതം മിഞ്ചികാമിഞ്ചികം യഥ. രുദ്രനും ഉമയും തമ്മിലുള്ള ക്രീഡയിൽ രുദ്രന്റെ രേതസ് ശുക്ലം പാർവതിയുടെ യോനിയിലേക്ക് സ്രവിക്കുകയും അതിൻ്റെ കുറച്ച് ഭാഗം ഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ വീണത് ഈ ശ്വേതപർവ്വതം, ആ ശ്വേതപർവ്വതമായി തീർന്നത് രുദ്രന്റെ രേതസ്സിൻ്റെ ബാക്കിയാണ്. ആ ശ്വേതപർവ്വതം ആയി മാറിയിട്ട് അതിൽ നിന്നും മിഞ്ചികം എന്നും അമിഞ്ചികം എന്നും പേരുള്ളതായ മിഥുനങ്ങൾ, 2 സന്താനങ്ങളുണ്ടായി. ആ സന്താനങ്ങൾ രണ്ടും കുട്ടികളെ ബാധിക്കുന്നതാണ്, നേരത്തെ പോലെ ബാലഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ അതിൻ്റെ ഒരു അംശമാണ് അതിൽ അങ്ങനെ ഉണ്ടായത്. ബാക്കി അതിൻ്റെ ഒരംശം ലോഹിതോദത്തിൽ വീണു. ലോഹിതോദം എന്ന് വെച്ചാൽ രക്തവർണ്ണമുള്ളതായ സമുദ്രമാണ്, അതിലാണ് പതിച്ചത്. പിന്നെ മൂന്നാമത്തെ അതിൻ്റെ ഒരു അംശം സൂര്യരശ്മിയിൽ ലേക്ക് അത് പകർന്നു കിട്ടി. സൂര്യരശ്മിയിലും അതിൻ്റെ അംശമുണ്ട്. പിന്നെ ഒരംശം ഭൂമിയിൽ വീണു, പിന്നെ ഒരു അംശം വൃക്ഷങ്ങളിൽ വീണു. ഇങ്ങനെ ഭൂമിയിലും വൃക്ഷങ്ങളിലും സൂര്യരശ്മിയിലും ലോഹിതോദകത്തിലും അതുപോലെ ഈ ശ്വേതപർവ്വതത്തിൽ മിഞ്ചികാമിഞ്ചികങ്ങളായിട്ടും ആണ് ആ രുദ്രന്റെ രേതസ് പതിച്ചത്. ഇങ്ങനെ പതിച്ച ശുക്ലാംശങ്ങളാണ് വിവിധ ആകൃതിയിലുള്ള പിശിതാശികളായിട്ട് മനുഷ്യന്റെ പച്ചമാംസം കഴിക്കുന്നവരായിട്ട് മാറിയത്. അവരാണ് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ബാലഗ്രഹങ്ങളായിട്ട് അങ്ങയുടെ പാർഷദന്മാരായിട്ട് പല പല രൂപത്തിൽ വന്നു ചേർന്നത്. അതുകൊണ്ട് അവയൊക്കെ തന്നെ ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്നവരാണെങ്കിലും അവരെ പൂജിക്കുന്നതിലൂടെയും സ്കന്ദനെ പൂജിക്കുന്നതിലൂടെയും കുട്ടികൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അവിടെ വ്യാസൻ പറയുന്നു, എരിക്കിൻ പൂവ് കൊണ്ട്, മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്, എരിക്കിൻ പൂവ് കൊണ്ട്, അർക്കപുഷ്പം എന്ന് പറയും സംസ്കൃതത്തിൽ. എരിക്കിൻ പൂവ് കൊണ്ട് ഈ പഞ്ചഗണങ്ങളെ 5 തരത്തിലുണ്ടായ മിഞ്ചികം, ലോഹിതോദത്തിലുണ്ടായത്, സൂര്യരശ്മിയിലുള്ള ആ രേതസ്, ഭൂമിയിൽ പതിച്ച ശുക്രത്തിൻ്റെ അംശം, വൃക്ഷങ്ങളിൽ പതിച്ചതായ ശുക്ലാംശം, ഈ 5 തരത്തിലുള്ള പിശിതാശികളെ, മാംസാഹാരികളെ എരിക്കിൻ പൂവ് കൊണ്ട് ആരാധിച്ചാൽ, ഈ പഞ്ചഗണങ്ങളെ പൂജിച്ചു കഴിഞ്ഞാൽ വ്യാധികൾക്ക് പ്രശമനുണ്ടാകും, രോഗശമനമുണ്ടാകും എന്ന് അവിടെ മാർക്കണ്ഡേയ മഹർഷി പ്രത്യേകമായിട്ട് പറയുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ മഹാസേനൻ അഥവാ സ്കന്ദൻ സാക്ഷാത് രുദ്രഭഗവാനെ പിതാവായിട്ട് സ്വീകരിച്ചു. സ്കന്ദന്റെ നേതൃത്വത്തിൽ ദേവന്മാർ
അസുരന്മാർക്കെതിരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് സന്നദ്ധരായി. അസുരന്മാരുമായിട്ട് ദേവന്മാരുടെ അതിഘോരമായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ പശുപതിയായിട്ടുള്ള രുദ്രൻ ഉമാസമേതനായിട്ട് അതിൽ പങ്കെടുത്തു. ഭഗവാൻ മഹാപരാക്രമിയാണ്, ത്രിപുരഘ്നനാണ്, ത്രിപുരന്മാരെ വധിച്ചവനാണ്. ആ ശിവന്റെ നേതൃത്വം ധനേശനായ കുബേരൻ തൻ്റെ ഗുഹികന്മാരുമായിട്ട് പുഷ്പകവിമാനത്തിൽ കയറിക്കൊണ്ട് വന്നു. ഇന്ദ്രൻ ഐരാവതത്തിൽ കയറിക്കൊണ്ട് ദേവന്മാരോടുകൂടി വന്നു. അഷ്ടവസുക്കൾ വന്നു. യമൻ മൃത്യുസമേതനായിട്ട് വ്യാധിശതങ്ങൾ, നൂറുകണക്കിന് വ്യാധികൾ അദ്ദേഹത്തിന് സൈന്യങ്ങളായിട്ട് വന്നു. വരുണ ഭഗവാൻ യാദവ് ഗണങ്ങൾ, സമുദ്രജീവികൾ അദ്ദേഹത്തിൻ്റെ ആളുകളായിട്ട് വന്നു. ഇവരൊക്കെ തന്നെ ചേർന്ന് ശിവനെ അനുഗമിച്ചുകൊണ്ടാണ്, ശിവനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഘോരമായ യുദ്ധമുണ്ടായി. അവിടെ രുദ്രൻ തൻ്റെ പുത്രനായിട്ടുള്ള മഹാസേനനോട്, സ്കന്ദനോട് പറഞ്ഞു, മോനെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ മാരുതസ്കന്ധം എന്ന് പേരുള്ളതായ ദേവസേന വാഹിനിയെ രക്ഷിക്കണം, നീ അവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ഈ മാരുതസ്കന്ധം എന്ന പേരുള്ളതായ ദേവവാഹിനിയെ രക്ഷിക്കാൻ വേണ്ടി സ്കന്ദനെ നിയോഗിച്ചു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, നീ എന്നെ ഭജിക്കുകയും സ്മരിക്കുകയും ചെയ്താൽ നിനക്ക് എപ്പോഴും മംഗളമുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ സ്കന്ദനെ അങ്ങോട്ട് അയച്ചു. ആ സമയത്ത് അതിഘോരമായ ഉത്പാദങ്ങൾ, ദുർനിമിത്തങ്ങൾ കണ്ടു. പെട്ടെന്ന് ഇരുട്ട് വ്യാപിച്ചു, തമ്മിൽ കാണാതെയായി. രുദ്രാദികൾ അടക്കമുള്ള സൈന്യം, ദേവസൈന്യം മുഴുവൻ സ്തംഭിച്ചു നിന്നുപോയും ഭയന്ന് നിൽക്കുകയും ചെയ്തപ്പോൾ അസുരന്മാരുടെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണം വരികയാണ്. അവർ ചാടി വീണ് ദേവന്മാരെ മുഴുവൻ കൊന്നൊടുക്കാൻ തുടങ്ങി. ആനകളും കുതിരകളും രഥങ്ങളും ഒക്കെ തന്നെ തകർത്തുകൊണ്ട് ദേവന്മാരെ ഒക്കെ തന്നെ ചിന്നിച്ചെതിരി ഓടുകയൊക്കെ ചെയ്തു. ഇന്ദ്രൻ അപ്പോൾ വജ്രധാരിയായിട്ട് വന്നിട്ട് പറഞ്ഞു, ദേവന്മാരെ നിങ്ങൾ പേടിക്കരുത്, ശസ്ത്രം ഗ്രഹിക്കുക, വിക്രമം കാണിക്കേണ്ട സമയമാണ് ഇപ്പോൾ, ഭയന്ന് ഓടരുത്, വ്യഥ അരുത്, നിങ്ങൾ ജയിക്കണം, ദുഷ്ടന്മാരെ കൊന്നൊടുക്കി വകവരുത്തിയിട്ട് നമുക്ക് വിജയിച്ചേ പറ്റൂ ഈ യുദ്ധം, ഇതൊരു സങ്കീർണമായ യുദ്ധമാണ് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും വീണ്ടും ആവേശം കൊള്ളിച്ചു. അങ്ങനെ അതിൽ ആവേശം കൊണ്ട ദേവന്മാര് അസുരന്മാർക്ക് നേരെ പ്രത്യാക്രമണം തുടങ്ങി. പ്രത്യാക്രമണം തുടങ്ങിയതോടുകൂടി ആ യുദ്ധഭൂമി ചോരക്കളമായിട്ട് മാറി, ചോരപ്പുഴ ഒഴുകി, ദൈത്യന്മാരുടെ ശരീരങ്ങൾ അങ്ങനെ വെട്ടേറ്റ് വീഴാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം അതിഘോരമായി വന്ന സമയത്ത് മഹിഷാസുരൻ, അതിഘോര സ്വരൂപിയായ മഹിഷാസുരൻ അസുരന്മാരുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വരികയാണ്. ഒരു വലിയ പർവ്വതം കടപുഴക്കി എടുത്തുകൊണ്ട് ദേവസൈന്യങ്ങളുടെ മേലെ അദ്ദേഹം എറിഞ്ഞപ്പോൾ ആ പർവ്വതത്തിനടിയിൽപ്പെട്ട് 10,000 ദേവന്മാർ മരിച്ചുപോയി. ബാക്കിയുള്ള ദേവന്മാർ പേടിച്ച് ഓടാൻ തുടങ്ങുകയും ചെയ്തു. മഹിഷൻ ആരെയും ഭയന്നില്ല. ഒരു അസ്ത്രവും ശസ്ത്രവും അദ്ദേഹത്തിൽ ഫലിച്ചില്ല. അദ്ദേഹം ദേവന്മാരെ അങ്ങനെ ആക്രമിച്ച് ഓടിച്ച് അവരുടെ നേതാവായിട്ട് സാക്ഷാത് രുദ്രഭഗവാന്റെ, പശുപതിയായ ഭഗവാന്റെ അടുത്ത് വന്ന് രുദ്രരഥത്തിന്റെ കൂബരത്തിൽ അദ്ദേഹം പിടിച്ചു. കൂബരം എന്ന് വെച്ചാൽ ഈ രഥത്തിന്റെ കുതിരകളെ പൂട്ടുന്നതായ ആ നുകമുണ്ട്. ആ നുകം തേരുമായിട്ട് ബന്ധിപ്പിക്കുന്നതായ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് തകർന്ന പിന്നെ തേരിനെ കൊണ്ട് പ്രയോജനമില്ല. ആ കൂബരത്തിൽ പിടിച്ച് തേര് ഉലച്ച് രുദ്രനെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കണ്ട മഹർഷിമാരൊക്കെ ബോധം കെട്ട് വീണുപോയി. കാരണം രുദ്രനെ തോൽപ്പിക്കാൻ തക്കവണ്ണമാണ് ഇവന്റെ പരാക്രമം. രുദ്രനും ആകെ ആടി ഉലഞ്ഞു, പക്ഷേ തിരിച്ച് അവനെ ആക്രമിച്ചില്ല. അസുരന്മാരൊക്കെ നമ്മൾ ജയിച്ചു ജയിച്ചു, ഇതാ രുദ്രന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞു. രുദ്രൻ കൊല്ലാൻ സാധിക്കുമെങ്കിലും ഈ മഹിഷാസുരനെ കൊന്നില്ല. കാരണം അവന്റെ മൃത്യു സ്കന്ദനാണ് എന്നറിയാവുന്നത് കൊണ്ടായിരുന്നു. അദ്ദേഹം സ്കന്ദനെ സ്മരിക്കുകയാണ്. അപ്പോൾ അതാ ക്രുദ്ധനായിക്കൊണ്ട് സ്കന്ദൻ, ആ മഹാസേനൻ, തന്റെ രഥത്തിൽ ആയുധധാരിയായിട്ട് വരികയാണ്. ലോഹിതാംബര സംവീതോ ലോഹിതസ്രഗ്വിഭൂഷണ ലോഹിതാശ്വോ മഹാബാഹുർ ഹിരണ്യകവച പ്രഭു. അതിഗംഭീരമായിട്ട് വരവാണ് അദ്ദേഹത്തിന്റെ. രക്തവർണ്ണത്തിലുള്ള വസ്ത്രം ധരിച്ച്, രക്തവർണ്ണത്തിലുള്ള മാലകൾ അണിഞ്ഞ്, രക്തവർണ്ണത്തിലുള്ള കുതിരകളെ പൂട്ടിയ രഥത്തിൽ അദ്ദേഹം സ്വർണ്ണവർണ്ണത്തിലുള്ള കവചം ധരിച്ചുകൊണ്ട് അവിടെ ചാടി വീഴുകയാണ്. ആ മഹിഷാസുരനെ ആക്രമിക്കുകയാണ്. അതിഘോരമായിട്ടുള്ള യുദ്ധവർണ്ണനയാണ് ഇവിടെ വ്യാസൻ കാഴ്ചവെച്ചിട്ടുള്ളത്. വ്യാസൻ യുദ്ധവർണ്ണനയിൽ അതീവ സാമർഥ്യം, അതുല്യമായ പ്രതിഭ കാണിച്ചവരാണ്. യുദ്ധം കണ്ട വ്യാസനും കാട് കണ്ട വാൽമീകിയും എന്ന് സാഹിത്യത്തിൽ ചൊല്ലുവന്നത്. വാൽമീകിയുടെ വനവർണ്ണനയും വ്യാസന്റെ യുദ്ധവർണ്ണനയും അതിഗംഭീരമാണ് എന്നുള്ളതാണ്. അത് മഹാഭാരതത്തിൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. തൻ്റെ കയ്യിലുള്ള ദിവ്യമായ ശക്തി കൊണ്ട് മഹിഷാസുരന്റെ തല അറുത്ത് 16 യോജന ദൂരെയാണ് അദ്ദേഹം അത് വലിച്ചെറിഞ്ഞത്. ആ തല ചെന്ന് പതിച്ചത് ഉത്തരകുരു ദേശത്താണ്. ഉത്തരകുരു ദേശത്തേക്ക് കടക്കുന്നതായ കവാടം അതുകൊണ്ട് അടഞ്ഞുപോയി. അതിലൂടെ യാത്ര ചെയ്യാൻ പിന്നീട് പ്രയാസമായി എന്ന് ആ യുദ്ധത്തിൻ്റെയും അവന്റെ ശിരസ് ഛേദിച്ചതിൻ്റെയും ഭയങ്കരത കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭഗവാന്റെ കയ്യിലുള്ള ആ ശക്തി ഉണ്ട്, ആ വേല്, അത് എറിഞ്ഞു കഴിഞ്ഞാൽ
ദൈത്യന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് അത് വീണ്ടും തിരിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരും എന്നുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ വേലിനുണ്ടായിരുന്നു. സ്കന്ദ പാർഷദന്മാർ, അദ്ദേഹത്തിന്റെ പാർഷദന്മാർ അങ്ങനെ മരിച്ചു വീഴുന്ന ദൈത്യന്മാരെ മുഴുവൻ തിന്നു തീർക്കുകയാണ്. അവരുടെ രക്തം കുടിക്കുകയും അവരുടെ മാംസം ഭക്ഷിക്കുകയും ചെയ്തു. പച്ചക തന്നെ തിന്നുകയാണ്. അങ്ങനെ ഒടുവിൽ സ്കന്ദൻ യുദ്ധം ജയിച്ച സ്കന്ദനെ രുദ്രഭഗവാൻ വന്ന് ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു. ഇന്ദ്രൻ വന്ന് അദ്ദേഹത്തെ ആശ്ലേഷം ചെയ്തിട്ട് അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ആ ദേവകണ്ഠകന്മാരായ അസുരന്മാരെ ശമിപ്പിച്ച് എത്രയോ കാലങ്ങളായിട്ട് ദേവന്മാരെ ഉപദ്രവിക്കുന്നവരായ ദൈത്യന്മാരെ അങ്ങ് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. കുറെ പേര് അങ്ങയുടെ പാർഷദന്മാർ തിന്നു തീർക്കുകയും ചെയ്തു. അങ്ങയുടെ കീർത്തി, സ്വന്തം കീർത്തി 3 ലോകത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ രുദ്രഭഗവാൻ പറഞ്ഞു, ഇന്നു മുതൽ ഈ സ്കന്ദനെ ഞാനായി കണ്ട്, രുദ്രനായി കണ്ട് തന്നെ എല്ലാവരും പൂജിക്കേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സ്കന്ദ കഥ പഠിച്ചാൽ സ്കന്ദനെ ലോകത്തേക്ക് എത്തിച്ചേരും എന്ന് അവിടെ കഥയുടെ ഫലശ്രുതി പറയുന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് തുടർന്ന് ഈ സ്കന്ദന്റെ നാമങ്ങൾ, സ്കന്ദന്റെ പേരുകൾ, പ്രധാനപ്പെട്ട പേരുകൾ എന്താണ് എന്ന് ചോദിക്കുന്നു. അവിടെ സ്കന്ദന്റെ ദിവ്യമായ പേരുകൾ മാർക്കണ്ഡേയ മഹർഷി പറയുന്നു. ആഗ്നേയശ്ചൈവ സ്കന്ദശ്ച ദേവകീർത്തിരനാമയ മയൂരകേതുർധർമാത്മാ ഭൂതേശോ മഹിഷാർദ്ദന കാമജിത് കാമദ കാന്ത സത്യവാക് ഭുവനേശ്വര ശിശു ശീഘ്ര ശുചിശ്ചണ്ഡോ ദീപ്തവർണ്ണ ശുഭാനന അമോഘസ്ത്വനഘോ രൗദ്ര പ്രിയശ്ചന്ദ്രാനണസ്തഥാ ദീപ്തശക്തി പ്രശാന്താത്മാ ഭദ്രകൃത് കൂടമോഹന ഷഷ്ഠീപ്രിയശ്ച ധർമാത്മാ പവിത്രോ മാതൃവത്സല കന്യാഭർത്താ വിഭക്തശ്ച സ്വാഹേയോ രേവതീസുത പ്രഭുർനേതാ വിശാഖശ്ച നൈഗമേയ സുദുശ്ചര സുവ്രതോ ലളിതശ്ചൈവ ബാലക്രീഡനകപ്രിയ ഖചാരി ബ്രഹ്മചാരി ഖചാരി എന്ന് വെച്ചാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നവരെന്നാണ്. ഖചാരി ബ്രഹ്മചാരി ശൂര ശരവണോദ്ഭവ വിശ്വാമിത്ര പ്രിയശ്ചൈവ ദേവസേനാ പ്രിയസ്തഥാ വാസുദേവ പ്രിയശ്ചൈവ പ്രിയ പ്രിയകൃദേവതു നാമാന്യേതാനി ദിവ്യാനി കാർത്തികേയസ്യ പഠേത് സ്വർഗം കീർത്തിം ധനം ചൈവ സലഭേന്നാത്ര സംശയ. ഈ സ്കന്ദന്റെ ഈ പേരുകൾ, കാർത്തികേയന്റെ ഈ പേരുകൾ ആരാണോ നിത്യം ജപിക്കുന്നത് അവർക്ക് സ്വർഗം, കീർത്തി ഉണ്ടാകും, ധനമുണ്ടാകും എന്നാണ് ഇതിൻ്റെ ഫലശ്രുതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ആ കാർത്തികേയന്റെ മനോഹരമായ സ്തുതി, നല്ല രീതിയിലുള്ള സ്തുതി അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ സ്തുതികളൊക്കെ തന്നെ നമുക്ക് സ്കന്ദോപാസനക്ക്, സുബ്രഹ്മണ്യനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാവുന്നതാണ്, നിത്യം ഉപാസിക്കാവുന്നതാണ്. അതോടുകൂടി ഈ സുബ്രഹ്മണ്യോപാഖ്യാനം, സ്കന്ദോപാഖ്യാനം അവിടെ അവസാനിച്ചു. തുടർന്ന് ആ വനപർവ്വതം എന്താണ് മാർക്കണ്ഡേയ മഹർഷി പറയുന്നത്, തുടർന്ന് പാണ്ഡവന്മാർ എന്തു ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് ഇനി നോക്കാം.